എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ സിപാസ് അഡ്മിഷനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ കൗൺസിലിംഗ് എങ്ങനെയാണ്, അതുപോലെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ടാവുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ടുള്ള അഡ്മിഷൻ നടപടികൾ നിങ്ങൾക്ക് ഇമെയിൽ മുഖാന്തരം നിങ്ങളെ സിപാസ് അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സിപാസിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ മുകളിലൂടെ സ്ക്രോൾ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ടുള്ള കൗൺസിലിങ്ങിൻ്റെ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചുവെന്നും അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്നതായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കോഴ്സിൻ്റേത് കാണാൻ സാധിക്കും. അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ നഴ്സിങ്ങിൻ്റേത് വരുന്ന സമയത്ത് ആ ഒരു നഴ്സിങ്ങിൻ്റെയും ഇതേ രീതിയിൽ തന്നെ സ്ക്രോൾ ചെയ്ത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടല്ല നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു കോളേജിൽ നിങ്ങൾ കൗൺസിലിങ്ങിനായിട്ട് പോവേണ്ട ഡേറ്റും ഒക്കെ കറക്റ്റായിട്ട് ഈ ഒരു വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിക്കും. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ കറക്റ്റായിട്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിശ്ചിത കേന്ദ്രത്തിൽ നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഹാജരാവേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും നിങ്ങൾ ആ ഒരു കോളേജിൽ പോവുകയും, അതായത് ഏത് കോളേജിലാണ് നിങ്ങൾ, ഏത് സെൻറ്ററിലാണ് നിങ്ങൾക്ക് ആ ഒരു കൗൺസിലിംഗ് നടക്കുന്നത്, കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്മിഷനാണ്. അപ്പോൾ ആ ഒരു കോളേജിൽ പോകുന്നത് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ ഒരു കൗൺസിലിങ്ങിനായിട്ടുള്ള മെമ്മോ ലഭിക്കുകയും ആ ഒരു മെമ്മോയുടെ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് സെൻറ്ററിലാണ് നിങ്ങൾ ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു അഡ്മിഷനായിട്ട് പോവേണ്ടത് അത് കറക്റ്റായിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ആവശ്യമായിട്ടുള്ള, അതായത് അപേക്ഷ നൽകുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന എല്ലാവിധ ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് പോയിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. SSC ST അതുപോലെ തന്നെ OECയിലെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഈ ഒരു ഫീസിൽ ആനുകൂല്യം ഉണ്ടായിരിക്കുന്നതാണ്. അവർക്ക് ആകെ ഒരു വർഷം ആകെ വരുന്നത്, അതായത് ടോട്ടലായിട്ട് ആകെ വരുന്നത് ഏകദേശം 12,000 രൂപയാണ്. 1000 രൂപ അഡ്മിഷൻ ഫീസും ബാക്കി കോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിലുമാണ് വരുന്നത്. 12,000 11,000 വരിക. അപ്പോൾ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് 1,13,000 രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. അതായത് ഒരു വർഷമാണ് ഈ ഒരു 1,13,000 രൂപ ഫീസ് വരുന്നത്. രണ്ടാം വർഷം മുതൽ 1,02,000 സംതിങ് രൂപയാണ് ഫീസായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ആ ഒരു ഘട്ടത്തിൽ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾക്ക് അടക്കാവുന്നതും, അതുപോലെ തന്നെ അല്ലെങ്കിൽ കുറച്ച് അഡ്മിഷന് ശേഷം, അതായത് അഡ്മിഷൻ എടുത്ത ശേഷം നിങ്ങൾക്ക് ഒരു നിശ്ചിത സമയം തരും. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ സിപാസിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഇതേ രീതിയിൽ, അതായത് 1,13,000 രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. SC ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ ആകെ 12,000 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഇമെയിൽ മുഖാന്തരം നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്ത് നിങ്ങളുടെ കൗൺസിലിങ്ങിൻ്റെ മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അതുപോലെ തന്നെ ആ ഒരു മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള സെൻറ്ററിൽ പോയിട്ട് ആ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ കുറേ വിദ്യാർത്ഥികൾ ഈ ഒരു സിപാസ് വഴി ഈ ഒരു നഴ്സിംഗ് അഡ്മിഷൻ അപേക്ഷിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥികളും ആ ഒരു സെൻറ്ററിൽ പോവുകയും അതിനുശേഷം നിങ്ങളുടെ ആ ഒരു സെൻറ്ററിൽ ഹാജരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിൽ നിന്നും പ്രയോറിറ്റി ബേസിൽ അഡ്മിഷൻ നൽകുകയുമാണ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സിപാസ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി ലഭിക്കുന്നതായിരിക്കും. cpassadmissions.com വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ആ ഒരു നിങ്ങളുടെ കൗൺസിലിംഗ് മെമ്മോ വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഇമെയിൽ മുഖാന്തരം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൗൺസിലിംഗ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിൽ പറഞ്ഞ സെൻറ്റേഴ്സിൽ ആ ഒരു സമയം പോകാവുന്നതാണ്. നിലവിൽ ആ ഒരു BSc നഴ്സിംഗ് കോഴ്സിൻ്റെ കൗൺസിലിംഗ് വന്നിട്ടില്ല. അത് വരുന്ന സമയം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.